ഹലോ ഗൈസ്, വെൽക്കം ടു മൂപ്പൻസ് വ്ളോഗ്സ്. വണക്കം ഗൈസ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് അത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇത് വെറുതെ ക്യാപ്ഷൻ ഇട്ട് ഞെട്ടിക്കുമെന്ന് പറയുന്നതല്ല, ഞെട്ടും. കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, വളരെ ഒത്തിരി ദിവസമൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ, നമ്മുടെ ബോച്ചെ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ഷോറൂം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുംഭമേളയിലെ വൈറൽ ഗേളായിട്ടുള്ള മോണി ഭോസ്ലെ എന്ന മൊണാലിസ ഭോസ്ലെ നമ്മുടെ കോഴിക്കോട് എത്തിക്കുകയും അത് വളരെ പ്രചണ്ഡമായിട്ടുള്ള രീതിയിൽ അത് വീണ്ടും വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൊടുത്ത പ്രതിഫലത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു വജ്രത്തിൻ്റെ മാല, ഡയമണ്ടിൻ്റെ നെക്ലസ് ആ കുട്ടി കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഓക്കെ, അപ്പം അന്ന് ആ കുട്ടി എത്തി നമ്മുടെ നാട്ടിലെത്തിയതെല്ലാം വളരെ സന്തോഷത്തോട് നമ്മൾ സ്വീകരിച്ചു. അത് ഭയങ്കര ചർച്ചയായി. അന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കുട്ടിയുടെ ഒരു സിനിമാ പ്രവേശം. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ഈ നാഷണൽ മീഡിയാസ് പലതും ചർച്ച ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി ട്രാപ്പിലാണെന്നാണ്. സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കൂടെ കൂടിയിരിക്കുന്ന വ്യക്തി ആ കുട്ടിയെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ള തരത്തിലേക്കാണ് അടുത്ത ന്യൂസ് വരുന്നത്. നമുക്കൊന്നൊന്നായിട്ട് ആ വിഷയം കേൾക്കാം. സത്യം പറഞ്ഞാൽ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല, അഴകുള്ള ചക്കയിൽ ചുളയില്ല, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഈ പല കാര്യങ്ങളും നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കിട്ടുന്നൊരു ഫെയിം, അതിനെ കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല എങ്കിൽ ചില ആൾക്കാരുടെ ഇടയിൽ, കാരണം ഒന്നാമത് ഈ പറയുന്ന അധോലോകം മാഫിയ ഭരിക്കുന്ന ഈ ബോളിവുഡ് സിനിമ, അതിനകത്ത് എന്താണ് പെട്ടുപോകുന്നവർക്കുള്ള ഒരു അവസ്ഥ. ഇനി എന്തായിരുന്നാലും നമുക്ക് ആദ്യം ഇദ്ദേഹം ഈ കുട്ടിയെ വീട്ടിലേക്ക് ആദ്യം സന്ദർശിച്ചിട്ട് ഈ സിനിമയിലേക്കുള്ള ക്ഷണം കൊടുക്കുന്ന സമയത്തുള്ള ആദ്യത്തെ വീഡിയോ നിങ്ങൾ കാണുക. ഇത് 29 ജനുവരിയിലാണ്. और आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म द डायरी ऑफ मणिपुर में मैं इनको कास्ट कर रहा हूँ, तो मैं इनसे मिलने के लिए प्रयागराज भी गया था और आज इनके गांव आया हुआ हूँ महेश्वर, और आज इनके फैमिली के साथ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് കുട്ടിക്ക് ഒരു അവസരം നൽകിക്കൊണ്ട് ആ വീട്ടിലേക്ക് തന്നെ എത്തിക്കൊണ്ട് വൈറലായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പല ഇതിനകത്തും ഈ കുട്ടിയുടെ ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ. ഇങ്ങനെ വൈറലായ പുറകെ തന്നെ ആ കുട്ടിയുടെ പുറകെ ഇദ്ദേഹം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആണ് ഈ ഒരു അവസരം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ. അതിനുശേഷം ഈ അവസരം കൊടുക്കുന്ന ഒരു കാര്യം ആ കുട്ടിക്ക് ഒരു അവസരം കിട്ടുന്നൊരു കാര്യം, ഈ സനോജ് മിശ്ര അവസരം കൊടുത്തു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചർച്ച വരുന്നു. അത് ചാനലുകളിൽ ഈ ഒരു വിഷയങ്ങൾ വരുന്നു. ഓക്കെ, ഇങ്ങനെ പോകുന്നു. ഇനി ഇവിടെ നിന്ന് ഇത് അതിനുശേഷം എല്ലാം കാണുന്നു. അതിനുശേഷം ഈ കുട്ടിയുമായിട്ട് ഇദ്ദേഹം നമ്മുടെ എയർപോർട്ടിലേക്ക് വരുന്ന ദൃശ്യം. ഓക്കെ, അപ്പം ഇദ്ദേഹം ഈ കുട്ടിയെ കൊണ്ട് നടന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആ കുട്ടിയുടെ ഫെയിമിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവസാനം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം ഈ എയർപോർട്ടിലേക്ക് വരുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചയുടെ ഇനാഗുറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടിട്ടുള്ളത്. അതിനുശേഷം അവർ എയർപോർട്ടിലേക്ക് എത്തുന്നതും ആ കുട്ടിയുടെ കൂടെ, അതായത് പുറകുവശത്തുകൂടെ നടന്നു വരുന്നത് അച്ഛനും അമ്മയുമാണ്, അഥവാ അവരുടെ ബന്ധുക്കളാണെന്നുള്ള രീതിയിലാണ് അറിയാൻ പറ്റുന്നത്. എന്നാൽ ഇദ്ദേഹമാണ് അതിൻ്റെ ഓണർ. കാരണം ഒന്നാമത് ഈ കുടുംബത്തിന് വിദ്യാഭ്യാസമില്ല, അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, ആ കുടുംബത്തിന് വിദ്യാഭ്യാസമില്ല, ആ കുട്ടിക്ക് സ്കൂളിലെന്നുള്ള സംഭവം ഇവരാരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആദ്യമായിട്ട് എയർപോർട്ട് കാണുന്നതാണ്, ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. സോ ഇത് നിങ്ങളിലും പല ആൾക്കാരും ഉണ്ടാവും. സോ നമ്മൾ അതിന് വലിയൊരു കുറവായിട്ട് കാണുന്നും വേണ്ട. എന്നാൽ ഇദ്ദേഹമാണ് അവരുടെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ എന്നുള്ള രീതിയിൽ, അഥവാ സിനിമയിലേക്ക് അവസരം കിട്ടുന്നു, ഇങ്ങനെയുള്ള അവസരങ്ങൾ തേടിയിരുന്നു, സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ കൈ നിറയെ പൈസ കിട്ടും എന്നുള്ള രീതിയിൽ സാധാരണ ഒരു കുടുംബം ചിന്തിക്കുന്ന രീതിയിലേക്ക് അവരെത്തിയിട്ടുണ്ടാവാം. അങ്ങനെ ഇദ്ദേഹം ഈ കുട്ടിയെയും കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. റീസെൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊന്നും അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ 2 നിർമ്മാതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ 2 നിർമ്മാതാക്കളും ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം ആ നിർമ്മാതാക്കളെ വെച്ചൊരു സിനിമ ചെയ്യുകയും ആ സിനിമ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് പറയും. ഇയാളുടെ ഡ്രങ്കാർഡാണ്, അതായത് ഇദ്ദേഹം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മദ്യപാനിയാണ്, അതുപോലെ തന്നെ ഇയാളുടെ സ്വഭാവം ശരിയല്ല, ഈ കുട്ടിയെ നന്നായിട്ട് യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ പ്രായം 15.5 വയസ്സ് മാത്രം പ്രായമുള്ള മെച്യൂരിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ പ്രായം കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു വിവാഹപ്രായം എത്താത്തൊരു പെൺകുട്ടിയാണ്, അഥവാ പ്രായപൂർത്തി എത്തിയിട്ടില്ല. അതാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. പക്വത എന്നുള്ള സംഭവത്തിൻ്റെ ഒരു എനിവേ, ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ഇദ്ദേഹം ട്രാപ്പ് ചെയ്ത് ആ കുടുംബത്തിനെ മൊത്തത്തിൽ ട്രാപ്പ് ചെയ്തെന്നുള്ള ഇവരുടെ ബന്ധുക്കളടക്കം ഇതിനെതിരെയാണ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ നാഷണൽ പല യൂട്യൂബ് ചാനൽസും അതുപോലെ തന്നെ മീഡിയാസും എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ ഡിസ്കഷൻ വരുന്നത്. ഇനി കുറച്ച് കാര്യങ്ങളോട് കാണാം. मेरे साथ हवाई यात्रा कर रहे हैं इंदौर से केरला के लिए एक इवेंट में जा रहे हैं हम लोग. അത്
ഇവർ കേരളത്തിലേക്ക് പോകുന്നൊരു കാര്യം, അതായത് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അദ്ദേഹം തന്നെയാണ് ആ കുട്ടിയുടെ തൊട്ടടുത്ത് ഇരിക്കുകയും ഒക്കെ നമ്മൾ ഇതിനൊരു മറ്റൊരു കണ്ണുകൊണ്ട് കാണണമെന്നല്ല. ഇതിപ്പോൾ നമ്മളാരും കേരളത്തിലെ ഒരൊറ്റ മാധ്യമങ്ങളോ ആരും ഇങ്ങനൊരു സംഭവത്തിനെക്കുറിച്ച് ഒന്നും വർത്തമാനം പറഞ്ഞിട്ടില്ല. ഇത് അവരവരുടെ നാടുകളിൽ നിന്നാണ്, അവിടുത്തെ മീഡിയാസാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ശരിയല്ല, ഇദ്ദേഹം ഈ കുട്ടിയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു, മറ്റ് പല കാര്യങ്ങളിലേക്കും ഈ കുട്ടിയെ കൊണ്ട് എത്തിച്ചേക്കാം. പക്ഷേ ഈ ഒരു സംശയം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ റിയാക്ട് ചെയ്തിട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ, നമ്മുടെ മലയാളികളായിട്ട് ഒരുപാട് ആൾക്കാർ ഈ കുട്ടിക്ക് കിട്ടുന്ന രാണു മണ്ഡൽ അല്ലേ, ആ ഒരു ലേഡിക്ക് വന്നതുപോലത്തെ ഒരു ഫെയിമിനെ നന്നായിട്ടൊന്ന് എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ അറിയാതെ, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ അവസാനം പണി പാളി. അവസാനം ആ സ്ത്രീക്ക് സംഭവിച്ചു, ഇന്ന് അവർ തെരുവിലാണ്, വീണ്ടും തെരുവിലാണ്. അന്ന് തെരുവിലായിരുന്നു, അവർ വളരെ ഒരു പീക്കിലേക്ക് പോയി, ഇതിന് ഇന്ന് വീണ്ടും തെരുവിലാണ്. അവർക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സോ ഇവിടെ ആണെങ്കിൽ ഈ കുട്ടിക്ക് വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇയാൾ അഭിനയം പഠിപ്പിക്കുന്നു, അത് പിന്നെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഈ കുട്ടിയെ ആക്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നു, എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ആ കുടുംബത്തിനെ പൂർണ്ണമായിട്ടും ഇയാളിലെ അണ്ടറിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ആ കുടുംബം ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലേക്ക് മാറുന്നു. കുംഭമേളയിൽ വൈറൽ, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പെട്ടെന്ന് വൈറലാവുന്ന ആൾക്കാർക്ക് അവസരം കൊടുക്കുക എന്നുള്ള കാര്യം സിനിമാ മേഖലയിലുള്ള ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ആ ഒരു ഫെയിമിനെ ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. ചെറിയൊരു വേഷമാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബട്ട് ഇത് മറ്റൊരു തരത്തിലേക്ക് ആ കുട്ടി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വരുന്നുണ്ട്. കഴിഞ്ഞില്ല. ഇപ്പം കണ്ട ഈ 2 പ്രൊഡ്യൂസർമാരാണ് ഈ ഇദ്ദേഹത്തിനെതിരെ എന്താ പറയുക ആരോപണം ഉന്നയിച്ചേക്കുന്നത്. കാരണം ഇദ്ദേഹം ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തെ സ്വഭാവ ദൂഷ്യമുള്ളൊരു വ്യക്തിയാണ് എന്നടക്കമുള്ള കാര്യം. എന്നാൽ ഈ ഒരു കാര്യത്തിനെല്ലാം നിഷേധിച്ചുകൊണ്ട് നമ്മുടെ മൊണാലിസ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മൊണാലിസ പറയുന്നൊരു കാര്യം മറ്റു തരത്തിലാണ്. അതായത് മൊണാലിസ പറയുന്നത് ഇദ്ദേഹം എനിക്ക് അച്ഛന് തുല്യമാണ്, അദ്ദേഹത്തിന് ഒരു തരത്തിൽ അദ്ദേഹം മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ആളല്ല, അയാൾ ഒരുപാട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഞങ്ങളെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇദ്ദേഹം ഈ കുട്ടിയെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പല തരത്തിലുള്ള കാര്യങ്ങളുടെ ആ കുട്ടിയെ വെച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കി ഇയാൾ തന്നെ അത് കൈപ്പറ്റുന്നു എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഇയാൾക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം അത് നിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ആ കുട്ടി തന്നെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഈ ഒരു കാര്യം നിഷേധിച്ചുകൊണ്ട് പറയുന്നു. ഞാനത് കാണിച്ചു തരാം. और कुछ एक्टिंग सीख रही हूँ, पढ़ाई सीख रही हूँ. आप जैसा सोच रहे वैसा कुछ भी नहीं है. और मेरे साथ में मेरी बहन, मेरे बड़े पापा भी है. देखो मेरी बहन है, मेरे बड़े पापा है. ऐसा कुछ नहीं है सर, जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर. बहुत बढ़िया है, हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं, सब कर रहे हैं. ऐसे सनोज मिश्रा सर बहुत अच्छा है, मुझे बेटी की तरह मानते हैं. आज तक जैसे लोग न्यूज में झूठी खबरें फैला रहे हैं, ये सब झूठी बातें हैं. मैंने खुद देखा है, सनोज मिश्रा बहुत इज्जतदार है, बहुत अच्छे है. उनका सौभाग्य बहुत अच्छा है, मुझे अच्छा लगा. ओके, नमस्कार. അപ്പോൾ കുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കുട്ടിയുടെ എന്താണ് അച്ഛനെ പോലെ തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളതും, ഇദ്ദേഹം അങ്ങനെ ഒരു മോശമായിട്ടുള്ള ക്യാരക്ടറുള്ള ആളല്ല എന്നൊക്കെയാണ് ഈ കുട്ടി തന്നെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സനോജ് മിശ്ര എന്നുള്ള വ്യക്തിയും അദ്ദേഹവും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 2 പെൺമക്കളുണ്ട്, അതിനകത്ത് ഒരു പെൺകുട്ടിക്ക് 18 വയസ്സോളം പ്രായമുണ്ട്, അപ്പം എൻ്റെ മകളെ പോലെയാണ് ഞാൻ ആ കുട്ടിയെ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സത്യമാവാം, നമുക്ക് സത്യമായിട്ട് തന്നെ വിശ്വസിക്കാം, അതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള ഇതുണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അകത്ത് ഈ ഫെയിം ഷിപ്പ് ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾക്കോ എനിക്കോ ഇപ്പോൾ നമ്മൾ ഈ തിയേറ്ററുകളിലൊക്കെയുള്ള ചില ഫെയിമുള്ള ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ, ഈ തിയേറ്ററിലൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുപുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴു എന്നൊക്കെ പറയുന്ന പോലെ കളിക്കുകയും അവർ സെലിബ്രിറ്റി ആണെന്ന് അവർ തന്നെ പറയുകയും അവരെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കൂടുകയും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. അത് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കുംഭമേളയ്ക്കകത്ത് പോയിട്ട് അവിടെ മാല വിൽക്കാൻ വേണ്ടിയിട്ട് വന്നൊരു കുട്ടി, ആ കുട്ടിയുടെ കണ്ണ് കണ്ടിട്ട് ലോകം മൊത്തം ആ കുട്ടിയെ ഭയങ്കരമായിട്ട് കണ്ടോ എന്ത് സുന്ദരിയാണ് ഈ കുട്ടി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തിയ ആ റീച്ചിനെ തന്നെയാണ് നമ്മുടെ ബോച്ചയും അദ്ദേഹത്തിൻ്റെ ഇനാഗുറേഷൻ വേണ്ടി ഉപയോഗിച്ചത്. അതങ്ങനെ തന്നെയാണ്. ആ ഫെയിം ഇല്ലാത്ത കുട്ടി ഇപ്പം നമ്മുടെ കുംഭമേളയ്ക്ക് വരുന്നത് എത്രയോ മാല വയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുട്ടികളുണ്ട്, എല്ലാവരെയും നമ്മുടെ ബോച്ചെ അവസരം കൊടുത്തിട്ടില്ലല്ലോ. സോ ആ ഫെയിം ഉള്ളത് കൊണ്ട് തന്നെയാണ്, അത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരുടെ മാർക്കറ്റിംഗ് അതങ്ങനെ തന്നെയാണ്. അത് കൊണ്ടുവന്നാൽ കൂടുതൽ ആൾക്കാരെ ശ്രദ്ധിക്കും, അതിലൂടെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഉദ്ദേശം. ബിസിനസ് തന്നെയാണ്, പക്ക ബിസിനസ്. അയാളെ കൊണ്ടുവന്നു, ഇപ്പം ബോച്ചെ ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല പ്രതിഫലവും കൊടുത്തു. ആ ബോച്ചയുടെ ഇപ്പം ബോച്ചയ്ക്കൊപ്പം ഉള്ള വേദിയിൽ പോലും ഈ വ്യക്തിയാണ് കൂടുതൽ ഹെഡ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. ഈ വ്യക്തിയാണ് ആ സ്റ്റേജിൽ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഞാനൊക്കെ സത്യം പറഞ്ഞ് ചിന്തിച്ചെന്തറിയാമോ, ഈ കുട്ടിയുടെ ആരോ ആണ്
അവരൊക്കെ ഇപ്പം പെട്ടെന്ന് അടിപൊളിയായല്ലോ എന്നുള്ള രീതി ഞാൻ ചിന്തിച്ചു. ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നത്, ഒരു പാവപ്പെട്ട ഒരു കുട്ടി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, അവരുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആവുന്നെങ്കിൽ ചേഞ്ച് ആവട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ ലൈഫ് ചേഞ്ച് ആവുന്നതിനപ്പം ഇപ്പം തന്നെ ഇവർ താമസിക്കുന്നതും ഒക്കെ സ്ഥലങ്ങളെല്ലാം മാറ്റിയിട്ട് അയാൾ കൂടെ കൊണ്ട് നടക്കുക. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു നെഞ്ചിരിപ്പോട് തന്നെയാണ് ഞാൻ അതെല്ലാം കണ്ടു തീർത്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ആ കുട്ടി അവർ വളർന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി മറ്റൊരു തരത്തിലേക്ക് എത്തുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ്. എന്നാൽ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് ഒത്തിരി വിദ്യാഭ്യാസമുള്ള ആൾക്കാരടുത്തും മറ്റ് പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാനും ഒക്കെ ഒരുപാട് അതിൻ്റെ രൂപം മാറേണ്ടി വരും, കോലം മാറേണ്ടി വരും. അതുപോലെ തന്നെ മൊത്തത്തിൽ അതിൻ്റെ ജീവിത സാഹചര്യങ്ങൾ തന്നെ പറിച്ച് മാറ്റി നടേണ്ടി വരും. അങ്ങനെ മാറ്റി നടപ്പെടുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാറ്റം, ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച്, അതിനെ യൂട്ടിലൈസ് ചെയ്യുമോ, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ, അതിനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ആ കയ്യിലേക്ക് എങ്ങാനും ഈ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒന്ന് ഉപയോഗിച്ചിട്ട് അവസാനം കറിവേപ്പില പോലെ ഉപേക്ഷിച്ച് കളയുമോ? ഈ വ്യക്തിയെക്കുറിച്ച് അഥവാ ഈ സംവിധായകൻ സനോജ് മിശ്രയെക്കുറിച്ച് പോലും പറയുന്ന അയാളുടെ സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ലെന്നാണ്. അയാളുടെ പ്രൊഡ്യൂസേഴ്സാണ് അയാൾക്കെതിരെ വന്ന് നിൽക്കുന്നത്. എന്നാൽ അയാൾ അതിനെ നിരാകരിച്ചു, അവർ ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇയാൾ തിരിച്ചു പറഞ്ഞേക്കുന്നത്. സോ മൊത്തത്തിൽ ഒരു പുകയാണ്. ആ കുട്ടിയുടെ ലൈഫും ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ ലൈഫും അവർ മാല വിറ്റിട്ടാണെങ്കിലും സമാധാനം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ അരവയറാണെങ്കിലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് അതിൽ കിട്ടുന്നതും വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ്. നമുക്കതുകൊണ്ട് വലിയ ആർത്തിയില്ല, ആഗ്രഹമില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന സാധാരണക്കാരെ കണ്ടിട്ടുണ്ട്. ഇന്നും പാടത്തും പറമ്പിലും ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ അമ്മ ഈ തൊഴിലുറപ്പിൻ്റെ ജോലിക്കൊക്കെ പോകാണ്. ഓക്കെ, നിങ്ങളുടെ അമ്മമാരും അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും പോകുന്നതായിരിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാർ തൊഴിലുറപ്പിൻ്റെ ചെയ്യുന്ന എന്താ, സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഞാൻ എൻ്റെ അമ്മയുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ബിക്കോസ് അമ്മ മക്കൾ കൊണ്ടുവന്നിട്ട് തിന്നണമെന്നോ മക്കൾ തരുന്നതും കണ്ട് കഴിച്ചുകൊണ്ട് വീട്ടിൻ്റെ അകത്ത് ഇരിക്കണമെന്ന് എൻ്റെ അമ്മ ചിന്തിക്കുന്നില്ല. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ജോലി ചെയ്യും. ഇതാണ് അമ്മയുടെ നയം. ആ നയത്തിനെ റെസ്പെക്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. അത് റെസ്പെക്ട് ചെയ്യുന്നു ബിക്കോസ് ഹർ സെൽഫ് റെസ്പെക്റ്റ്. അതാണ്, അങ്ങനെ വേണം. നമ്മൾ ഒരാളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ അമ്മയ്ക്ക് നിൽക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ എന്തിനാണ് തടയണം? അതുപോലെ ഈ കുട്ടിയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു ഇത്രയും കാലം. അവർ ജോലി ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ജോലി ചെയ്യുന്നില്ലെന്നല്ല, പക്ഷേ ഇന്ന് കിട്ടിയ പ്രതിഫലങ്ങൾ, ഫെയിംഷിപ്പ്, ഇങ്ങനെ കിട്ടുന്ന കുറേ അവസരങ്ങൾ, അതിൻ്റെ പുറകിലുള്ള കഴുകൻ കണ്ണുകളുണ്ട്. ആ കഴുകൻ കണ്ണുകളിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് ഈ കുട്ടിയുടെ ജീവിതം നശിക്കാതിരിക്കട്ടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ജീവിതം നശിക്കാതിരിക്കട്ടെ. വൈറൽ ഗേൾ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള രീതിയിലാണ്. സ്വാഭാവികമായിട്ടും അത്രയും വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഈ കുരുട്ടുബുദ്ധിക്കാരുടെ ഇടയിലേക്ക് ഈ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെ പിച്ച് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ചില അലിഗേഷൻസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. വളരെ മോശമായിട്ടുള്ള അലിഗേഷനാണ്. ഈ പെൺകുട്ടിക്ക് അത്രമാത്രം മോശത്തിലേക്ക് പോകാം എന്നുള്ള രീതിയിലേക്ക് അടക്കം പറയുന്നു. നമുക്കറിയാത്ത കാര്യങ്ങളാണ്. എന്തായാലും പറയുന്നത് മൊത്തം നമ്മുടെ കേരളത്തിലെ മീഡിയാസ് അല്ല, ഇത് ഇവരുടെ നാടുകളിലുള്ള മീഡിയാസ് തന്നെയാണ് ഇതെല്ലാം കുത്തിപ്പൊക്കി ഇറക്കി വിടുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. യൂട്യൂബിൻ്റെ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100 കണക്കിന് വീഡിയോ ഈ പറഞ്ഞ ABP ന്യൂസിലടക്കം ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. 1 അവറിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എന്തുമാത്രമാണ് ചർച്ചകൾ, ഇഷ്ടം പോലെ ഉണ്ട്. സോ നിങ്ങൾ പോയി നോക്കി നോക്കുക. ബട്ട് ആ കുട്ടിയെ നിഷേധിച്ചിട്ടുണ്ട്, കുട്ടിയുടെ വീട്ടുകാർ നിഷേധിച്ചിട്ടുണ്ട്, അദ്ദേഹവും നിഷേധിച്ചിട്ടുണ്ട്. സോ കാത്തിരുന്ന് തന്നെ കാണണം കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു. എന്താണ്, നന്നായിട്ട് തന്നെ വരട്ടെ. ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ഫെയിം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കിട്ടുന്ന ഫെയിം വെച്ചിട്ട് അത് സർവൈവ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നാണോ, അതിൽ ബുദ്ധിമുട്ടുള്ള സാധ്യത ഉണ്ടെന്നാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.